അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും താല്യമും താരിമും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ ആയുസിന്റെ ഇടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൽമാണല്ലോ. ഇൽമുമായി ശൂലാവുന്ന ഇബാദത്തിലാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഇബാദത്തിലാക്കി തിരുമാറാവട്ടെ നമ്മളെല്ലാവരും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ എടുത്തു തരികയാണ്, പരിശ്രമിച്ചുകൊണ്ട് തന്നെ. നാളേക്ക് ഇത് ഉപകരിക്കണം, ഇത് കേൾക്കുന്ന ആളുകൾക്കും ഇത് നെട്ട് കിട്ടണം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കണം. മാത്രമല്ല ഇതിൽ ഏറ്റവും പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇൽമിന്ന് നമ്മൾ വിമുഖത കാണിക്കാതെ ഇൽമിനെ തേടി തേടി തേടിക്കൊണ്ടേയിരിക്കണം. നല്ല ആർജവം കാണിക്കണം. നിങ്ങൾക്ക് കിതാബുണ്ടെങ്കിൽ പരതാം. ഇത് ഉപദേശമായി കരുതിയാൽ മതി. നിങ്ങളെ ഞാൻ ആശ്വാസിക്കല്ല. എന്റെ ശിഷ്യന്മാർ എന്ന നിലക്കല്ല, എനിക്ക് ശിഷ്യനല്ല ഉദ്ദേശം. നിങ്ങളെല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്, നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ. അപ്പൊ നിങ്ങൾ ഇത് പങ്കു ചേർന്നുകൊണ്ട് നിങ്ങൾ വേണ്ടതുപോലെ പരിശ്രമിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോഴേ കിതാബ് പരതാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചു ഇഹയുടെ മറ്റു ക്ലാസ്സിലേക്ക് വരട്ടെ. വയം കൊൽത്ത, ഇനി നിനക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ലിമ അൽ ഹഖ്ത അൽ ഫിഖ്ഹ ബിഇൽമി ദുനിയ വഅൽ ഹഖ്ത ഫുഖഹാ ബിഉലമാഇ ദുനിയ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫിഖ്ഹിനെ ദുന്യവിയായ വിജ്ഞാനവുമായും അത് പഠിച്ച ഫുഖഹായെ നിങ്ങൾ ദുന്യവിയായ ഉലമാക്കളുമായി കൊണ്ട് ചേർത്തത് എന്നാണ്. അങ്ങനെയുള്ള പറഞ്ഞത്. ഫിഖ് ദുന്യാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറിവാണ്. അത് പഠിച്ച ആളുകളൊക്കെ എന്താണ്? ദുന്യാവിന്റെ ഉലമാക്കളാണെന്ന് പറഞ്ഞ് ചേർത്തു. നിങ്ങളുടെ അങ്ങനെ ഇൽഹാഖ് ചെയ്തു. എന്താണ്? ഫഅലം, നീ അറിയണം സഹോദര, അന്നല്ലാഹു അസ്സ വജല്ല, നിശ്ചയമായിട്ടും അല്ലാഹു തആല അഖ്റജ, അല്ലാഹു തആല പുറപ്പെടുവിച്ചു, ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. മിനത്തുറാബി, മണ്ണിന് പുറപ്പെടുവിച്ച മണ്ണിന് അല്ലാഹു തആല സൃഷ്ടിച്ചു. അഖ്റജ ദുരിയത്തുഹു, അല്ലാഹു തആല ആദം സന്തതികളെ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ മിൻ തീൻ വമാഇൻ ദാഫിഖിൻ, മുട്ടി മുട്ടി പുറപ്പെടുന്ന വെള്ളം അഥവാ ഇന്ദ്രിയം, ആടച്ചളി, ഇതിന്നൊക്കെയല്ലേ സന്താനത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇങ്ങനെയാണ് മനുഷ്യന്റെ ഉത്ഭവം. ഇത് രണ്ടൊന്നുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ മണ്ണ് മാറി. അഖ്റജഹും, പിന്നെ ആ സന്താനങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത് മിനൽ അസ്ലാബി, മുതുകളിൽ നിന്നാണ്, ലർഹാമി, ഗർഭപാത്രങ്ങളിലേക്ക്. അങ്ങനെ ഉമ്മയും ബാപ്പയും വേണം, ഒരു സ്ത്രീയും വേണം, പുരുഷനും വേണം. അങ്ങനെ അവർ തമ്മിൽ ഇണചേരണം. അങ്ങനെ വാപ്പയുടെ മുതുകിൽ നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ആ കുഞ്ഞിന്റെ ബീജം ആ കുഞ്ഞുണ്ടാവേണ്ട ബീജം എത്തുന്നു. ഇങ്ങനെയല്ലേ അല്ലാഹു തആല കൊണ്ടുവന്നത്. അങ്ങനെ എന്താണെന്നറിയാമോ? മണ്ണിൽ നിന്ന് മുതുകിലേക്കും മുതുകിൽ നിന്ന് ഗർഭപാത്രത്തിലേക്കും എത്തി. ഇനി അവിടുന്ന് എങ്ങോട്ടാ വരുന്നത്? വമിൻഹ ഇല ദുനിയ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്കല്ലേ വരുന്നത്. ദുനിയാവിൽ വന്ന കാലാകാലം ഇവിടെയാണോ? അല്ലല്ലോ. പിന്നെ എവിടേക്കാ പോകുന്നത്? സുമ്മ ഖബർ, പിന്നെ ഖബറിലേക്കല്ലേ പോകുന്നത്. പിന്നെ ഖബർ കഴിഞ്ഞ അവിടെ തീർന്നോ? അവിടെ ഒരുമ്പി ജീവിക്കുകയാണോ? അല്ലല്ലോ. ഇനി ജീവിതമുണ്ടല്ലോ. അതാണോ ഇസ്ലാമിന്റെ വിജയം? അതെടുക്കാണ്. പിന്നെ സുമ്മയിലൽ ആറന്ന്, പിന്നെ അവിടെ വെളിവാക്കുക തന്നെ മഹ്ശറിലേക്കാണ്. മഹ്ശറിൽ ഒതുങ്ങി നിൽക്കുകയാണ്? അല്ല. പിന്നെ അന്തിമ ഫലമായി നിൽക്കുന്ന സുമ്മയിലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്, ഔലനാരി, ഒന്നിരിക്കൽ നരകത്തിലേക്ക്. ഇങ്ങനെയല്ലേ? അപ്പൊ മനുഷ്യൻ ഇവിടെ ഫിഖ്ഹിനെ ദുന്യവിയായ ഇൽമുമായി, ഫുഖഹായിനെ ദുന്യവിയായിക്കുന്നു ഉലമാക്കളുമായി ചേർത്തിന് മറുപടി വരുന്നു. വല്ലാത്ത പോയിന്റാണ്. നമ്മളാണ് ശ്രദ്ധിക്കാത്ത പോയിന്റാ പോലെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ മണ്ണിൽ നിന്ന് വന്ന് വാപ്പാന്റെ മുതുകിന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് എത്തി, ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് പ്രപഞ്ചത്തിൽ നിന്ന് ഖബറിലേക്ക് പോയി, ഖബറിന്ന് മഹ്ശറിലേക്ക്, മഹ്ശറിൽ നിന്ന് ജന്നത്തിലേക്കോ നാറിലേക്കോ നീങ്ങുകയാണ്. അത് മനസ്സിലാക്കാം. ഇങ്ങനെ വരുമ്പോൾ ആദാ മബദഹും ആദാ വായത്തുഹും വാദിഹി മനാസിലും, അല്ലേ? മനുഷ്യന്റെ ഉത്ഭവം എങ്ങനെയല്ലേ? മണ്ണിന്ന് പോന്നു. പിന്നെ അവരിങ്ങനെ മരിച്ച അവസാനം മഹ്ശറിലെത്തുന്നു. പിന്നീട് അവർക്കുള്ള വീട് കുടികൾ ഏതാണ്? സ്വർഗം, നരകം. ഇതല്ലേ? ഇങ്ങനെയാണ്. അപ്പൊ മനുഷ്യന്റെ രൂപം ഇങ്ങനെയായി.
ഇനി ദുന്യാവുമായി ബന്ധപ്പെടുത്തണ്ടേ? ഖലഖദ്ദുനിയ, എന്നിട്ട് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചു ഭക്ഷണമായിട്ട്. ലിൽ മആദി, മടങ്ങി പോകുന്ന സ്ഥലത്തേക്കുള്ള ഭക്ഷണമാകുന്നത്. ഇവിടെ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിന് പറ്റുന്ന സ്ഥലം ഏതാ? ദുനിയാവാണ്. അങ്ങനെയുള്ള മടച്ചു. അപ്പൊ തിരിച്ചു പോകാനുള്ള മടക്ക സ്ഥലത്തിലേക്കുള്ള ഒരു ഭക്ഷണശാലയായിട്ട് ദുനിയാവിനെ പഠിച്ചു. എന്തിന്? ഈ അത്തനാവല മിൻക, ഈ ദുനിയാവിൽ നിന്ന് ഈ മനുഷ്യൻ പെരുമാറണം. മാ യസ്ലു തസവ്വുദി, തസവ്വുദി, ഭക്ഷണത്തിന് പറ്റുന്നത് ഏതാണോ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ദുനിയാവിൽ നിന്ന് ഭക്ഷണം വേണം ആഖിറത്തിലേക്ക്. അപ്പൊ ആഖിറത്തിലേക്ക് പോകുമ്പോഴുള്ള ഭക്ഷണം ദുനിയാവിൽ നല്ലതും അല്ലാത്തതുകൊണ്ട് ആ നല്ലത് ഏതാ തെരഞ്ഞെടുക്കണം. പലോ തനാവലൂഹാബിൽ അദിലി, അപ്പൊ നല്ല ചൊവ്വമണ്ണം ആ ഭക്ഷണത്തെ, ആ ദുനിയാവിനെ അവർ കൈകാര്യം ചെയ്താൽ ലങ്കത്തായത്തിൽ ഹുസൂമാത്തു, അതിന് തർക്കങ്ങളൊക്കെ പോയല്ലോ, പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചൊവ്വമണ്ണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ തർക്കങ്ങൾ ഉണ്ടല്ലോ, അത് ചൊവ്വമണ്ണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ കാര്യങ്ങൾക്ക് അങ്ങനെ വന്നാൽ തർക്കം കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവിടെ പണ്ഡിതന്മാർ ആവശ്യമില്ല, തീർന്നു. പണ്ഡിതന്മാരെന്തിനു വേണം? ദുന്യാവിൽ തർക്കങ്ങളുണ്ട്, അത് തീർക്കണം, അതിനറിവ് വേണം. ആ നിലക്കല്ലേ പറയുന്നത്. അപ്പൊ ദുനിയാവിൽ പണ്ഡിതന്മാർ ആവശ്യം ഇതുകൊണ്ടാണ്. എന്നിട്ട് പറയുന്ന പോലെ കിന്നകും തനാവലുക. പക്ഷേ അങ്ങനെയല്ലല്ലോ ദുനിയാവിൽ വന്ന ഈ പ്രപഞ്ചത്തിലെ ജനങ്ങൾ പെരുമാറുന്നത്. ഈ ദുനിയാവിനെ അവർ ഉപയോഗപ്പെടുത്തുന്നത് വിശഹവാത്തി, വികാരങ്ങളെ കൊണ്ടാണ്. ഓരോരുത്തരും ഓരോ വികാരങ്ങൾ വെച്ചുകൊണ്ട് കൊള്ളയടിക്കുന്നു, കൈക്കെടുക്കുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ വികാരങ്ങളെക്കുള്ള പെരുമാറ്റങ്ങളാണ്. അങ്ങനെ വന്നപ്പോ വല്ലതത്ത് മീനുകൾ ഹുസുമാത്തു, അപ്പൊ തർക്കമുണ്ടായി, വിപ്ലവങ്ങളുണ്ടായി, സമരങ്ങളുണ്ടായി, എതിർപ്പുണ്ടായി. ഇത് വരുമ്പോൾ ഇത് പരിഹരിക്കാൻ ആൾക്കാർ വേണം. ഇനി പരിഹരിക്കണ്ടേ? അപ്പൊ എന്തായി? ഇപ്പൊ സമ്മത്തിൽ ഹാജത്തു ഇലാ സുൽത്താനിൻ യസൂസുഹും, അവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഭരണാധിപന്മാർ വേണം. ഭരണാധിപന്മാരിലേക്ക് ഇവിടെ ആവശ്യം വന്നു. അപ്പൊ ദുന്യാവിനെ വേണ്ടേ? അവിടെ ആവശ്യം വന്നു കഴിഞ്ഞല്ലോ. സുൽത്താനു, ആ ഭരണാധിപൻ വേണ്ടി വന്നു. ഇനി ഭരണാധിപൻ വരുമ്പോ എങ്ങനെയും പെരുമാറാൻ പറ്റില്ല, തർക്കം തീർക്കണം, നന്നാക്കണം. അപ്പൊ സുൽത്താൻ ആവശ്യമായി വന്നു. ഇലാ കാനൂനി യസൂസുഹും ബിഹി, ചില നിയമങ്ങൾ ആവശ്യമായി വന്നു. ആ നിയമങ്ങളെ കൊണ്ടാണ് ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത്. അതിന് പറ്റുന്ന നിയമങ്ങൾ പഠിക്കണം സുൽത്താൻ, ഭരണാധിപൻ. ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്ത് മനസ്സിലായി? ഫൽ ഫഖീഹു, അപ്പോൾ ഈ വിവരസ്ഥനായ പണ്ഡിതൻ, ഹുവ അൽ ആലിമു ബി ഖാനൂനി സിയാസത്തി, നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണോ അതിന്റെ നിയമങ്ങൾ അറിയുന്ന ആളാണ്. ആര്? ഈ അറിവുള്ള ആള്. സൃഷ്ടികൾക്കിടയിൽ എങ്ങനെയാണ് മധ്യവർത്തിയാവേണ്ടത്, എങ്ങനെ നീതി പുലർത്തേണ്ടത്, അതിന്റെ റൂട്ടുകൾ മനസ്സിലാക്കിയ ആളാണ് ഫഖീഹ്. എപ്പോ? ഇതാ തനാസഉ ഷഹവാത്തി, ഇതാ തനാസഉ, അവരെന്തായെന്നറിയാമോ? പിണക്കം കൂടിയാൽ, തർക്കിച്ചാൽ. എന്തുകൊണ്ട്? ബി ഹുക്മി ഷഹവാത്തി, വികാരങ്ങളാവുന്ന വിധികളെടുത്തിട്ട് അതുകൊണ്ടാകെ തർക്കപ്പെട്ട വിപ്ലവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വിപ്ലവങ്ങളെ ഒതുക്കുവാനും നിയന്ത്രിക്കുവാനും നീതിപൂർവമായി പെരുമാറുവാനും അറിയുന്നവരാണ് പണ്ഡിതൻ. ഭരണാധിപന്മാർ അതിനുള്ളതല്ലേ? ഭരണനിയന്ത്രണം അതിനുള്ളതല്ലേ? ഈ ഭരണാധിപന്മാർ ആ നിയമങ്ങൾ പഠിച്ചെങ്കിലല്ലേ ഒരു മന്ത്രിയാവുക. ആഭ്യന്തരമന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, സെക്യൂരിറ്റികള്, ഇതൊക്കെ നിയമങ്ങളുണ്ട്, ഇതൊക്കെ പഠിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ ഈ ഫഖീഹ് എന്താണെന്നറിയാമോ? ഇങ്ങനെ അറിയുന്ന ഒരാളാണ്. അങ്ങനെ കൂട്ടി വായിച്ചാൽ വക്കാൽ ഫഖീഹു, അപ്പോൾ ഈ ഫഖീഹ് ആയല്ലോ മുഅല്ലിമ സുൽത്താനി, മന്ത്രിമാരെയും ഭരണാധിപന്മാരെയും നിയമങ്ങൾ പഠിപ്പിക്കുന്ന ആളായി. അപ്പൊ ഭരണാധിപന്മാരെ ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ് മുഅല്ലിം, ഫഖീഹായി. മുർഷിദഹു ഇലാ ത്വരീഖ് സിയാസത്തുൽ ഖൽഖി, സൃഷ്ടികളെ നിയന്ത്രിക്കുന്ന ഒരു റൂട്ടുണ്ട്, അതിലേക്ക് ചേർക്കുക. ആരെ? ഭരണാധിപനെ. അങ്ങനെ ചേർക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന ഫഖീഹ്. വബുത്തിഹിം, അവരെ ഘടനകൾ ഒപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരിക. എന്തിനാണ് ഇതൊക്കെ? ലിയന്തളിമ ബിസ്തിഖാമതിഹിം,
അവർ ചൊവ്വായി നിൽക്കുമ്പോൾ ആ ചൊവ്വായി നിൽക്കൽ കൊണ്ട് കൂർവയായി ഘടനയായി ലഭിക്കും എന്ത് ഒമൂർഹും വിദ്വനിയ അവർക്കുള്ള ദുന്യവിയായ കാര്യങ്ങൾ. അപ്പൊ ദുന്യാവിലെ കാര്യങ്ങൾ റെഡിയായിട്ട് പോണമെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കുന്ന ഭരണാധിപന്മാർ വേണം, അതിന്റെ ആൾക്കാർ വേണം. അത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് വിവരം വേണം, അവർക്ക് വിവരം നൽകുന്ന ആളാണ് ഫഖീഹ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദുന്യാവിലെ ഫഖീഹ് എന്ന് പറഞ്ഞൂടെ ആ നിലക്കാണ്. വല അംബി എന്റെ ജീവിതം തന്നെയാണ് സത്യം, എന്റെ നിലനിൽപ്പാണ് ഇപ്പൊ സത്യം. ബഖാ എന്ത് ഇന്നഹു മുതഅല്ലിഖുൻ അയ്ളൻ ബിദ്ദീനി ഭരണം ദുന്യാവുമായി ബന്ധപ്പെട്ടതുപോലെ ഈ ദുന്യവിയായിരിക്കുന്ന സുൽത്താൻമാരെ പഠിപ്പിക്കുന്ന ഈ ദീൻ കൊണ്ടുള്ളതായിരിക്കുന്ന ബന്ധം എന്തുണ്ടായി? അയാൾക്ക് ദീനോട് ബന്ധമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാൾ ദീനുമായി ബന്ധമുണ്ട്, ദുന്യാവിന് ബന്ധമുള്ളതുപോലെ. പക്ഷേ അയാൾക്ക് ദീനുമായുള്ള ബന്ധം എങ്ങനെയാണ്? അത് നേരിട്ടൊരു ബന്ധമല്ല. വലാകില്ല നഫ്സി നേരെ അയാൾ എന്താണ്? അയാൾ നഫ്സുമായി ബന്ധമല്ല. ബൽ ബി വാഹിദി ദുനിയ നേരെ ദീനുമായി ബന്ധമായിക്കൊണ്ടാണ് ദുന്യവിയായിരിക്കുന്ന ബന്ധമുണ്ട്. ഈ ദുനിയാവിലെ മാതൃക, അപ്പൊ ദുനിയാവിലെ ഒരു മാധ്യമം, ഈ പ്രപഞ്ചത്തിന്റെ മാധ്യമം കൊണ്ടാണ് അയാൾക്ക് ദീനുമായുള്ള ബന്ധം. അതെങ്ങനെ ചോദിച്ചാൽ ഫഇന്ന ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഈ പ്രപഞ്ചത്തെ പറ്റി ഹദീസിലും ഖുർആനിലൊക്കെ പറഞ്ഞത് എന്താണ്? പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന്. കൃഷിയിടം എവിടെയാണ്? ആഖിറത്തിലല്ല, ഇവിടെയാണ്. ഇവിടുന്ന് കൃഷി ഉണ്ടാക്കി ആഖിറത്തിലേക്ക് ചെല്ലണം, അതിന്റെ ഫലം കിട്ടണമെങ്കിൽ. അപ്പൊ ആഖിറത്തിലേക്ക് ഒരു ബന്ധം ദുനിയാവിനുണ്ട്. അതെങ്ങനെ? കൃഷിയിടം. ആ നിലക്ക് വരുമ്പോൾ ഈ ദുന്യവിയായ ബന്ധം കൊണ്ടല്ലേ ഈ ദീൻ പഠിപ്പിക്കുന്ന ആള് ദീനുമായി അയാൾക്ക് ബന്ധമുള്ളൂ. അപ്പൊ ദുനിയാവിനോട് ബന്ധമുള്ള ഈ ഫഖീഹിന് ദുനിയാവ് എന്ന മാധ്യമ മുഖാന്തരം ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ദീനിയായ ബന്ധമുണ്ട്. മനസ്സിലായല്ലോ? വലായത്തിമുദ്ദീനു മതകാര്യമൊന്നും പരിപൂർണമല്ലല്ലോ ഇല്ലാ ബി ദുനിയ ദുനിയാവ് കൊണ്ടല്ലാതെ. ഈ ദുനിയാവിലെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ ദുനിയാവിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ദുനിയാവിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ഈ ഇബാദത്തുകളൊക്കെ ദുനിയാവ് ചെയ്യുമ്പോൾ ഈ ദുനിയാവ് കൊണ്ടല്ലേ ആഖിറം കിട്ടുള്ളൂ. അപ്പൊ ദീൻകാര്യം പൂർത്തിയാവണമെങ്കിൽ ദുനിയാവ് വേണമെന്ന്. ദുനിയാവിലായാൽ ദീൻകാര്യം പൂർത്തിയാവുക. പിന്നെ വൽ മുൽക്കു വദ്ദീനു തൗഅമാനി. അപ്പൊ അധികാരം ദീൻ ഇത് രണ്ടും ഇരട്ടകളാണ്. അതും ഇതും അങ്ങോട്ട് രണ്ടും സംയോജിപ്പിച്ചു വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ വദ്ദീനു അപ്പൊ മതം, അസ്റുൻ അടിസ്ഥാനം, വസുൽത്താനു ഭരണാധിപൻ, ഹാരിസുൻ കാവക്കാരൻ. അപ്പൊ ദീനാണ് അടിസ്ഥാനം. ആ ദീനിനെ ദുനിയാവിൽ സംരക്ഷിച്ച് കാത്തുപോരുന്നതാണ് ഭരണാധിപൻ. പമാല അസ്ലലഹു ഒരു വസ്തു എടുക്കുക, അതിന് അസലില്ലാന്ന് വെക്കുക, അടിസ്ഥാനമില്ലാത്തൊന്നപ്പോ മഹദൂമൻ പൊളിഞ്ഞു പോയതല്ലേ. ഒരു മനുഷ്യൻ അടിസ്ഥാനം ഇങ്ങനെ മനുഷ്യൻ എന്താ ജീവിതത്തിൽ നടത്താണ്ടോ? ഒരു വീടിന്റെ അടിസ്ഥാനമില്ല, വീട് പൊളിഞ്ഞു പോയില്ലേ. ഏതിനും ഒരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമില്ലെങ്കിൽ കാര്യം നടക്കൂല എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ദീനാണ്. ഈ ദീനിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ടതും ഭരണം നടത്തേണ്ടതും. അതിന്റെ കാവക്കാരാണ് ഭരണാധിപൻ, പണ്ഡിതന്മാരൊക്കെ. ഒമാല ഹാരിസലഹു അടിസ്ഥാനമില്ലാത്ത പൊളിഞ്ഞു പോയാൽ കാവൽ നൽകാത്ത കാവക്കാരില്ലാത്തതായിരിക്കും സ്ഥാനം. അത് പായായി പോയില്ലേ. ഒരു വീടിന് കാവക്കാര് വേണ്ടേ? അതിലിങ്ങനെ വീടെന്ത് കാര്യം? ഒരു നാടിന് കാവക്കാര് വേണ്ടേ? ആ നാടിന് കാവക്കാരില്ല എങ്കിൽ ആ നാട് നശിച്ചില്ലേ. അത് കാവക്കാരുടെ ഭരണാധിപന്മാർ. അപ്പൊ ഇവിടെ അധികാരങ്ങൾ വേണം, അതോടുകൂടി തന്നെ നിയന്ത്രണങ്ങൾ വേണം, കോർവകൾ വേണം. അത് വേണമെങ്കിൽ ഒരു അധികാരി വേണം. ആ അധികാരിയെ കൊണ്ട് അതൊക്കെ നടക്കുകയുള്ളൂ. ഇനി ഇവിടെ വിധികൾ, ഈ ഭരണത്തിനെ നിയന്ത്രിക്കുന്ന കാലം അതിന്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണ് വിശദീകരിക്കുന്നതിനുമുള്ള ഘടനയുണ്ട്. ആ ഘടന കൊണ്ടുള്ള വഴി തെരീഖ് ഏതാണ്? ബിൽ ഫിഖ്. അത് ഫിഖ് അറിവ് കൊണ്ടല്ലേ കിട്ടുള്ളൂ. അത് അറിവ് കൊണ്ടേ കിട്ടുകയുള്ളൂ, വേറെ ഒന്നുകൊണ്ട് കിട്ടാൻ മാർഗമില്ല. അപ്പൊ അപ്പൊ സൃഷ്ടിയെ നിയന്ത്രിക്കുക എങ്ങനെ? ബിസൽത്തനത്തി അധികാരം വെച്ചിട്ട് സൃഷ്ടിയെ നിയന്ത്രിക്കുക. അധികാര ദണ്ഡ് കൊണ്ട് സൃഷ്ടികളെയും മനുഷ്യന്മാർക്ക് നിയന്ത്രിക്കുന്നത് ലൈസ മിൻ ഇൽമി ദീനി ഫി ദറജത്തിൽ ഒന്നാം ഗ്രേഡ് തന്നെ എന്താകുന്നില്ല, ദീനി വിജ്ഞാനത്തിൽ പെടാത്തത് പോലെ. ഈ പറഞ്ഞ ഫഖീഹും എന്താണ്? ഒന്നാം ഗ്രേഡിൽ എന്തല്ല, ഈ ഭരണാധിപൻ ദീൻ കാര്യത്തിൽ വരുന്നില്ല, രണ്ടാമത്തേനെ വരുള്ളൂ, നേരിട്ട് വരുന്നില്ല. ബൽ ഹുവ മുഈനുൻ
അലാമ ലാ യത്തിമുദ്ദീനു ഇല്ലാ ബിഹി. അപ്പൊ അവനാരായിരിക്കും? ഭരണാധിപൻ മുഈൻ സഹായിക്കുന്നവനാണ്. അലാമ ഒന്നിന്റെ മേൽ, അങ്ങനത്തെ ഒന്ന് ലാ യത്തിമുദ്ദീനു ഇല്ലാ ബിഹി, ആ ഒരു കാര്യം കൊണ്ടേ ദീൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ദീൻ പൂർത്തിയാവേണ്ട ഒരു കാര്യം ഏതാണോ ആ കാര്യത്തിന്റെ മേൽ സഹായിക്കുന്നതാണ് ഭരണാധിപൻ. അപ്പൊ ദീൻ പൂർത്തിയാവണമെങ്കിൽ ദുനിയാവ് റെഡിയാവണം. ഈ ദുനിയാവ് റെഡിയാവണമെങ്കിൽ എന്ത് വേണം? ഒരു സിയാസത്ത് വേണം. സിയാസത്ത് നടത്താൻ പറ്റുന്ന സുൽത്താൻ വേണം. സുൽത്താൻ വിവരം വേണം. വിവരം പഠിപ്പിക്കുന്ന മുഅല്ലിമാണ്, ഫഖീഹാണ്. മനസ്സിലായത്? അങ്ങനെയാണ്. ഫകദാലിക, അതേ പ്രകാരം തന്നെയല്ലേ മഅരിഫത്തു സിയാസത്തി, സിയാസത്തിനെ പറ്റി അറിയുന്ന അറിവെന്തല്ല ദീൻ അറിവിൽപ്പെട്ടതല്ലോ. അതറിഞ്ഞെങ്കിലേ ദീൻ പൂർത്തിയാവുള്ളൂ. ആ നിലക്കുള്ള അറിവല്ലേ. അപ്പൊ അറിയപ്പെട്ടത് കൂട്ടിയൊക്ക്. അങ്ങനെ സൂറയും കുബറയും കൂട്ടിയാൽ എത്തിച്ചെന്ത് കിട്ടുമ്പോ മായലോമൻ, അപ്പോൾ അറിയപ്പെട്ടതാണ് എന്ത്? അന്നൽ ഹജ്ജ, നിശ്ചയമായിട്ടും ഹജ്ജ് കർമ്മം, ഹജ്ജിന് പോകുന്ന ആൾ ലായത്തി കർമ്മം പൂർത്തിയാകുന്നില്ല ഇല്ലാ ബി ബദുർഖത്തിൻ, ബദുർഖത്ത് കൊണ്ടല്ലാതെ പട്ടാളക്കാരോ കാവക്കാരോ വേണം. തഹ്റുസു മിനൽ അറബി ഫി ത്വരീഖി, ഹജ്ജിന് മക്കയിലേക്ക് പോകേണ്ടി വരും, മദീനയിലേക്ക് പോകണം, പല രാജ്യങ്ങളിലേക്കും പോവേണ്ടതുണ്ട്. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ അവിടേക്ക് എത്തേണ്ട റൂട്ടുകളിലൂടെ കൊള്ളക്കാരുണ്ടാകും. അങ്ങനെ അറബികൾ ദുഷിച്ച ആൾക്കാരുണ്ടാകും. ആ വഴിയിലുള്ള കൊള്ളക്കാരായിരിക്കുന്ന അറബികൾ, അവരെ തൊട്ട് സംരക്ഷണം നൽകുന്ന പട്ടാളക്കാർ വേണ്ടി വരും. അതുകൊണ്ട് ഹജ്ജ് പൂർത്തിയാവുകയുള്ളൂ. പക്ഷെ വലാക്കിൻ, എങ്കിലും അൽ ഹജ്ജു ഷൈഉൻ, ഹജ്ജ് ഒരു വസ്തുവാണ്. വസുലൂഖു ത്വരീഖി ഇലൽ ഹജ്ജ്, ഹജ്ജിലേക്ക് പോകുന്ന മറ്റൊരു വഴി. ഷൈഉൻ, അത് ഷൈഉൻ സാനി, അത് രണ്ടാമത്തെ ഒരു വസ്തുതയാണ്. അപ്പൊ എന്തായി? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. ആ ദീൻ പൂർത്തിയാവണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് നടപ്പാക്കണമെങ്കിൽ ഇവിടെ ഭരണാധിപന്മാര് വേണം. അതിന്റെ കർമ്മങ്ങൾ ശരിയാവണമെങ്കിൽ, അതിന്റെ റൂട്ട് ശരിയാവണമെങ്കിൽ കാവക്കാര് വേണം. അപ്പോഴേ ഹജ്ജ് ശരിയാവുകയുള്ളൂ. ഹജ്ജുമായി ബന്ധപ്പെട്ടപ്പോൾ ദീനായി, നേരെ ദീനിക്ക് ചെന്നിട്ടില്ല. അപ്പൊ ഹജ്ജ് പരിപൂർണമാവുകയില്ല. അങ്ങനെ പരിപൂർണമാവാത്ത രീതിയിലുള്ള കാവൽ, അതുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ഷൈഉൻ താലിസുൻ, അത് മൂന്നാമത്തെ വസ്തുവാണ്. വമഅരിഫത്തു ത്വരീഖിൽ ഹിറാസത്തി, അങ്ങനെ കാവലിന്റെയൊക്കെ വഴികൾ അറിയുക എന്നുള്ളതും, വഹീലിഹ, വഹീലി അതിന്റെ തന്ത്രങ്ങള്, വഖവാനിഹ അതിന്റെ നിയമങ്ങള്, അതൊക്കെ അറിയുക എന്നുള്ളത് ഷൈഉൻ റാബിഉൻ നാലാമത്തെ ഒരു വസ്തുവാണ്. ഇപ്പൊ എന്താ അർത്ഥം? ഹജ്ജ് ഒന്ന്. രണ്ട് എന്താണ്? ഹജ്ജിന്റെ സംരക്ഷണം നൽകാൻ പറ്റുന്ന അറിവ്, കാവല്. മൂന്ന് ഹിറാസത്തിന്റെയും അതിന്റെ വിധികള്, അതിന്റെ നിയമങ്ങള്, അതുപോലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത്. നാല്, ഇങ്ങനെ നാലും മൂന്നും ഒന്നും രണ്ടൊക്കെയുള്ള വഴികളുണ്ട്. ഇതൊക്കെ പാടെ കൂടുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ദീൻ ശരിയാവുള്ളൂവെങ്കിൽ ഇതൊന്ന് ബന്ധിച്ചുകൊണ്ടൊക്കെ ദീൻ കാര്യമായി. അപ്പൊ ചുരുക്കത്തിൽ എന്ത് പറയാം? അപ്പൊ ഫിഖിനെ പറ്റുള്ള അറിവ്, ആ വിഷയം മഅരിഫത്തു ത്വരീഖി സിയാസത്തി വൽ ഹിറാസത്തി, കാവല്, നിയന്ത്രണം, ഇതിന്റെ റൂട്ടിൽ എന്തൊക്കെ അതറിയലാണ്, അതിനാകത്തുക. വയദുല്ലു അലാ ദാലിക, അപ്പറഞ്ഞതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മാ ഒന്ന് റുബിയ മുസ്നദൻ, അത് ഇസ്നാദ് വഴിക്ക് കിട്ടിയത് ഹദീസ് ഉണ്ട്. ലാ യുഫ്തിന്നാസ ഇല്ലാ സലാസത്തുൻ അമീറുൻ ഔ മഅ്മൂറുൻ ഔ മുതകല്ലഫുൻ. ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ലാ യുഫ്തിന്നാസ, ജനങ്ങൾക്ക് ഫത്വ നൽകൂല, ഇല്ലാ സലാസത്തുൻ, മൂന്നാളല്ലാതെ. ഒന്നാരാണ്? അമീറുൻ, ഭരണാധിപൻ, ഔ മഅ്മൂറുൻ അല്ലെങ്കിൽ ഭരണാധിപന്റെ കൽപ്പനക്കാരൻ, ഏൽപ്പിക്കപ്പെട്ട ആള്, ഔ മുതകല്ലഫുൻ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത ആള്, ഇങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഫൽ അമീറു, അപ്പോൾ അമീർ ആരാ? ഹുവൽ ഇമാമു, അയാൾ ഭരണാധിപനാണ്. വഖദ് കാനൂ ഹുമുൽ മുഫ്തീൻ, എത്തരത്തിൽ അവർക്ക് എന്തായിരുന്നു? ഫത്വ നൽകുന്ന, ഫിത്ന നൽകുന്നവരായിരുന്നു. മുഫ്തീൻ, അവർക്ക് എന്താണ്? ഫത്വ നൽകുന്നവരാണെന്നാണ്. വൽ മഅ്മൂർ, പിന്നെ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ഇബുഹു, ഇമാമിന്റെ ഭരണാധിപന്റെ പ്രതിയോഗി, അതിന്റെ പ്രതിനിധി, ഇങ്ങനെയാണ്. വൽ മുതകല്ലഫു, മുതകല്ലഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുതകല്ലിഫ് ആരാണ്? വൈറുഹുമ, ഇമാമും അല്ല അമീറും അല്ല, അമീറും മഅ്മൂറും അല്ല, അത് രണ്ടുമല്ലാത്ത ഒരാളാണ്, അയാളാണ് മുതകല്ലിഫ്. എന്താ മുതകല്ലിഫ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കണല്ലോ. പോവാ മുതകല്ലിഫ് എന്ന് പറഞ്ഞാൽ അല്ലതി ഒരുവരാണ്, എങ്ങനത്തെ ഒരുത്തൻ യതഖല്ലു തിൽക്കൽ ഉഹദത, ആ ഉത്തരവാദിത്വം ആൾ സ്വീകരിക്കും. മിൻ വൈരി ഹാജത്തിന്, ഒരാവശ്യമല്ല, അവിടെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ളവരെ മുതകല്ലിഫ്.
ഇങ്ങനെ മൂന്നാളെ കൊണ്ടായിരിക്കും എന്തുണ്ടാവുക, ഈ ജനങ്ങൾക്ക് ഫത്വ ഉണ്ടാകുക. എന്നാൽ വഖദ് കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും, എത്തരത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബാക്കള് യഹ്തരിദൂന, അവർ സൂക്ഷിക്കുമായിരുന്നു ഫത്വ, ചോദ്യത്തിന് ഉത്തരം കൊടുക്കലത്തോട് സൂക്ഷിക്കും. ഹത്താ കാന യുഹീലു കുല്ലു വാഹിദിൻ മിൻഹും അലാ സ്വഹിബിഹി, ഓരോരുത്തരും ഫത്വക്ക് വേണ്ടി തീരുമ്പോൾ അവർ പറയും ആളത്ത് വയ്ക്കോ. ഇങ്ങനെ ഓരോരുത്തർ മേലെ ഇങ്ങനെ കുറ്റിച്ചാരി പോയിരുന്നു അവർ. യഹ്തരിദൂന, അവർ സൂക്ഷിക്കുന്നവരല്ല. ഇദാ സുഅലു, അവർ ചോദിക്കപ്പെടുകയാണെങ്കിൽ അൻ ഇൽമിൽ ഖുർആനി വ തരീഖിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വഴി എന്താണ്, അതുപോലെ ഖുർആന്റെ അറിവെന്താണ്, ഇത് ചോദിച്ചാൽ ഒരാരും സൂക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കും. മറ്റുള്ള ചോദിക്കുകയാണെങ്കിൽ അതവർ ഏറ്റെടുക്കൂല. റിവായാത്തി, ചില റിപ്പോർട്ടിൽ കാണുക ബദൽ മുത്തകല്ലിബി, മുത്തകല്ലിബിന്റെ സ്ഥാനത്ത് മുറായി എന്ന് കാണാം, ലോകമാന്യൻ എന്നർത്ഥം. അപ്പൊ വൈന്നമൻ, അപ്പോൾ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ തക്കല്ലത, അവൻ എന്തായി സ്വീകരിച്ചു, ഖത്റുൽ ഫത്വ, ഫത്വ കൊടുക്കുന്ന അപകടം സ്വീകരിച്ചവൻ, ഓഹുവ അവനാവുന്നു ഒരു മുത്ത അയ്യിന്റെ ഹാജത്തി, ഒരാവശ്യമല്ല, ആവശ്യമില്ലാത്തതിലേക്ക് വ്യക്തമായി വന്നവനാണ്. അപ്പൊ വലായ ഖുസുബിഹി, ഇങ്ങനെ ഈ ഏറ്റെടുക്കൽ കൊണ്ട് അവൻ കരുതുന്നില്ല ഇല്ലാ ത്വലബൽ ജാഹി വൽ മാൽ, സമ്പത്ത് കിട്ടണം, മേധാവിത്വം തേടുകയാണ്, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് ഇവന്റെ ആവശ്യം. ഇങ്ങനെ കൂട്ടുമ്പോ ഫഖീഹും ഫിഖുമൊക്കെ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും പരിധിയിൽ വരും. ദുനിയാവിനുള്ള ആദ്യം, അത് പിന്നെ ആഖിറത്തിലേക്ക് എത്ര മാധ്യമമാണെന്ന് ആലപ്പുക.